കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ഗവേണിംഗ് ബോഡിയിലേക്ക് ഡോളർ കടത്ത് കേസിൽ കസ്റ്റംസ് ചോദ്യം ചെയ്ത വ്യവസായിയെയും ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്തു. കഴിഞ്ഞ ജൂലൈ 28-ന് പുറത്തിറക്കിയ ഈ ഉത്തരവ് വ്യാപകമായ എതിർപ്പുകളെ തുടർന്ന് പരസ്യപ്പെടുത്തിയിട്ടില്ല. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള എൻഇഡിയുടെ ഭരണപരമായ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഉയർന്ന സമിതിയാണ് ബോർഡ് ഓഫ് ഗവേണേഴ്സ്. ഈ സമിതിയിലേക്കാണ് വിവാദമായ വ്യവസായിയെ ഉൾപ്പെടുത്താൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത്. ഡോളർ കടത്ത് കേസിൽ ഈ വ്യവസായിയുടെ പേര് പ്രധാനമായും ഉയർന്നുവന്നിരുന്നു. വിദേശത്തേക്ക് കടത്തിയ ഡോളർ പ്രതിപ്പട്ടികയിലുള്ള വ്യക്തിയിൽ നിന്ന് കൈപ്പറ്റിയത് ഈ വ്യവസായിയാണെന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റംസ് ഇയാളെ ചോദ്യം ചെയ്തത്. ഈ വ്യവസായിയെ കൂടാതെ മറ്റൊരു ബിസിനസ്സുകാരനെയും ഗവേണിംഗ് ബോഡിയിലേക്ക് പുതുതായി ശുപാർശ ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് സ്വദേശിയായ ഇദ്ദേഹത്തെ നാമനിർദ്ദേശം ചെയ്തപ്പോൾ ജില്ലയിലെ മുതിർന്ന നേതാക്കളുമായി യാതൊരുവിധ കൂടിയാലോചനകളും നടത്തിയിട്ടില്ലെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. സംഭവത്തിൽ കോൺഗ്രസിനുള്ളിൽ കടുത്ത ഭിന്നതയാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ഐക്കൺ അമർത്തൂ, ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.